ലോകത്ത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന പ്രയോഗം അതൊരുപക്ഷെ ഇനി തിരുത്തേണ്ടി വരും. കാരണം ഇന്ത്യയിൽ പെട്രോൾ വില മാറാതായിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പിന് മുൻപായി ലിറ്ററിന് 2 രൂപ വീതം പെട്രോളിനും ഡീസലിനും ഒരു കുറവുണ്ടായതാണ്. അതിനുശേഷം ഇതുവരെ ഒരനക്കവുമില്ല. മുംബൈയിൽ 104 രൂപ 21 പൈസയ്ക്കും ചെന്നൈയിൽ 100 രൂപ 25 പൈസയ്ക്കും മാറ്റമില്ലാതെ വിറ്റുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് 107 രൂപ 48 പൈസ എന്ന വിലയ്ക്കും. ഇതിനിടയിൽ ലോകം മാറിമറിഞ്ഞ അനേകം സംഭവങ്ങളുണ്ടായി. രാജ്യാന്തര എണ്ണവില 10 മുതൽ $20 വരെ പലപ്പോഴായി കുറഞ്ഞു. ആ വില ബാധകമല്ലാത്ത റഷ്യയിൽ നിന്ന് അതിലും കുറഞ്ഞ വിലയ്ക്ക് കപ്പല് കണക്കിന് ഇന്ധനം ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. സർക്കാർ ഖജനാവിലേക്ക് പെട്രോളിയം മേഖലയിൽ നിന്നും കിട്ടിയിരുന്ന 1 ലക്ഷം കോടിയുടെ നികുതി 3.25 ലക്ഷം കോടിയായി ഉയർന്നു. ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ചരിത്രത്തിലെ വലിയ ലാഭമുണ്ടാക്കി. എന്നിട്ടും പാവപ്പെട്ടവൻ പെട്രോൾ തീർന്ന ബൈക്കുമായി 1-2 കിലോമീറ്റർ ഉന്തി പമ്പിൽ ചെന്നു. 100 രൂപ കൊടുത്താൽ 900 മില്ലി ലിറ്റർ മാത്രം പെട്രോളും ഒഴിച്ച് അത് തീരും വരെ മാത്രം ഓടുകയും ചെയ്തു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. പ്രധാനമന്ത്രി പറയട്ടെ, എന്ന് കുറയും ഈ പെട്രോൾ വില? വികാരപരമായി ഒരുപാട് പറയാനുള്ള വിഷയമാണ്. പക്ഷേ നമുക്കിപ്പോ കണക്കുകൾ വെച്ച് മാത്രം സംസാരിക്കാം. ഇന്ത്യക്ക് ബാധകമായ രാജ്യാന്തര ഇന്ധനവില ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കമായ ഏപ്രിലിൽ $89.44. ഇക്കഴിഞ്ഞ ഡിസംബറിൽ $73.34. ഇതിലും കുറഞ്ഞ മാസങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് വിട്ടുകളയാം. ഏപ്രിലിൽ നിന്ന് ഡിസംബറിൽ എത്തിയപ്പോഴേക്കും കുറഞ്ഞത് $16.1 ആണ്. ഇതിനെ രൂപയിലാക്കിയാൽ 1393 രൂപ വരും. ഇത് ഒരു ബാരലിന്റെ കഥ. ഇങ്ങനെ റഷ്യയിൽ നിന്നും മാത്രം 16 ലക്ഷം ബാരൽ എണ്ണയാണ് ജനുവരിയിൽ വാങ്ങിയത്. റഷ്യയിൽ നിന്നുള്ള വാങ്ങൽ മൊത്തം വാങ്ങലിന്റെ 30% മാത്രമാണ്. ജനുവരിയിൽ ഇന്ത്യ ആകെ വാങ്ങിയത് 49.8 ലക്ഷം ബാരൽ എണ്ണയാണ്. ഒരു ബാരലിന് 1393 രൂപ വീതം കുറഞ്ഞ വിലയ്ക്ക് ഏപ്രിലിൽ നിന്ന് ജനുവരി ആയപ്പോൾ വാങ്ങിക്കൂട്ടിയത് 50 ലക്ഷം ബാരൽ പെർ ഡേ ആണ്. ഏപ്രിലിൽ വാങ്ങിയതിനേക്കാൾ 693 കോടി രൂപയാണ് ഈ ജനുവരിയിൽ അത്രയും ഇന്ധനം വാങ്ങാൻ. ഒറ്റ ഇറക്കുമതിയിലെ വിലക്കുറവ് ഇത്രയുമാണെങ്കിൽ ദിവസവും സംഭവിക്കുന്നതൊന്ന് ആലോചിച്ചാലോ? രാജ്യത്തെ ഓരോ പൗരനും ലിറ്ററിന് 20 രൂപയെങ്കിലും കുറച്ചു നൽകാനുള്ള വിലക്കുറവാണ് പെട്രോളിനും ഡീസലിനും സംഭവിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ 8 മാസത്തെ കാര്യം. നമുക്കിനി വേറെയും കണക്കുകളുണ്ട്. ഈ കാശൊക്കെ എവിടെ പോകുന്നു? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം പെട്രോളിയം മേഖലയിൽ നിന്ന് കേന്ദ്ര ഖജനാവിലേക്ക് വന്നത് 1,72,000 കോടി രൂപയായിരുന്നു. ഇക്കഴിഞ്ഞ വർഷം എത്തിയത് 4,32,000 കോടി രൂപ. അതായത് 2.25 ലക്ഷം കോടി രൂപയാണ് ഖജനാവിലേക്കുള്ള വരുമാനത്തിലെ വർധനവ്. ഇതിനിടയിൽ 4,92,000 കോടിയും 4.5 ലക്ഷം കോടിയും ഒക്കെ കിട്ടിയ വർഷങ്ങളുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന് എന്താണ് വരുമാനം എന്ന് ചോദിച്ചാൽ പെട്രോൾ വിറ്റു കിട്ടുന്ന കാശുണ്ട് എന്ന് മാത്രം പറയാൻ പറ്റുന്ന സ്ഥിതിയാണ്. തൊടുത്തിലെ പയ്യന്റെ കറവ വറ്റിയാൽ തറവാടും പട്ടിണി എന്നാണ് ഉയരുന്ന വിമർശനം. നമ്മൾ ഓരോരുത്തരും ഈ സ്കൂട്ടറിലും കാറിലും ഒക്കെ ഒഴിക്കുന്ന പെട്രോളാണ് സർക്കാരിനെ പിടിച്ചു നിർത്തുന്ന പ്രധാന വരുമാന മാർഗം. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കൂടി കേന്ദ്ര സർക്കാരിന് കിട്ടുന്നതിനേക്കാൾ കുറവ് തുകയായ 3.18 ലക്ഷം കോടിയാണ് കിട്ടുന്നത്. പ്രധാന വരുമാനവും കേന്ദ്രത്തിനാണ്. നികുതി തീരുമാനിക്കുന്നതും കേന്ദ്രം തന്നെ. കേന്ദ്രത്തിന് നികുതി എന്തൊക്കെ വഴിയിലാണ് എന്ന് കൂടി പറയാം. ക്രൂഡ് ഓയിൽ സെസ്, ക്രൂഡ് ഓയിൽ റോയൽറ്റി, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, IGST, CGST എന്നിവയൊക്കെയുണ്ട്. ഇതിനൊക്കെ പുറമെ കോർപ്പറേറ്റ് നികുതിയായും ഡിവിഡൻഡായും കിട്ടുന്ന പണവുമുണ്ട്. ഒന്നാന്തരം കറവപ്പശു എന്നതിനപ്പുറം മറ്റൊരു വിശേഷണവും ചേരില്ല ഈ മേഖലയ്ക്ക്. പെട്രോളിൽ പിഴിഞ്ഞൂറ്റുമ്പോൾ കാലിയാകുന്നതോ പാവങ്ങളുടെ പോക്കറ്റും. രാജ്യത്ത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമായിരുന്നു ഇന്ധനവില തീരുമാനിച്ചിരുന്നത്. എണ്ണ കമ്പനികൾക്ക് നഷ്ടമുണ്ടായാൽ അത് നികത്താനുള്ള പണം കേന്ദ്ര സർക്കാർ നൽകുകയായിരുന്നു പതിവ്. എന്നാൽ നയം മാറ്റത്തിന്റെ ഭാഗമായി ഈ അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകി. ദിവസവും അർദ്ധരാത്രി പ്രഖ്യാപിക്കുന്ന വില പിറ്റേന്ന് പുലർച്ചെ നിലവിൽ വരുന്നതായിരുന്നു രീതി. ഇത് വലിയ പരാതികൾ ഇല്ലാതെ പോകുമ്പോഴാണ് 2019 തിരഞ്ഞെടുപ്പ്. രാജ്യാന്തര വില ഉയരുന്ന സമയമായിരുന്നു അത്. ദിവസവും വില കൂടിയാൽ വോട്ടിനെ ബാധിക്കുമെന്നതിനാൽ ആദ്യമായി ഇത് മരവിപ്പിച്ചു.
പിന്നെ എക്കാലത്തും വില ഉയർന്നു തന്നെ നിൽക്കുന്ന സ്ഥിതിയിലായി ധനമന്ത്രാലയത്തിന് താൽപര്യം. വില കുറഞ്ഞാൽ വരുമാനവും കുറയും എന്ന സിമ്പിൾ ലോജിക്. വില ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭം നമ്മുടെയൊക്കെ സങ്കല്പത്തിനും അപ്പുറത്താണ്. ഭാരത് പെട്രോളിയം കമ്പനിക്ക് ഈ സാമ്പത്തിക വർഷം ആദ്യ 3 മാസത്തെ പാദത്തിൽ ലാഭം 3104 കോടി രൂപ, 1.25 ലക്ഷം കോടിയുടെ വിറ്റുവരവ്. രണ്ടാം പാദത്തിൽ 2697 കോടിയും മൂന്നാം പാദത്തിൽ 4649 കോടിയും ലാഭം. ഒരു പാദം കൂടി പൂർത്തിയാകാനിരിക്കെ ലാഭം മാത്രം 10,000 കോടി പിന്നിട്ട് കഴിഞ്ഞു. നികുതിയും സർവ്വ ചെലവുകളും കഴിഞ്ഞുള്ള തുകയാണിത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനും ഉണ്ട് സമാനമായ തോതിൽ ലാഭം. റിലയൻസും നയായിറയും അദാനിയും ടാറ്റയും ഒക്കെയുണ്ട് ഈ ഉയർന്ന വിലയുടെ ഗുണഭോക്താക്കളായി. ലോകത്ത് മറ്റൊരു രാജ്യത്തും പെട്രോൾ വില ഒരു വർഷമായി മാറാതെ നിൽക്കുന്നില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമാണ്. ഉയർന്ന നികുതി കൽക്കരി ഇന്ധന ഉപയോഗം കുറയ്ക്കാനാണ് എന്നൊക്കെ പറയുന്നത് വികസിത രാജ്യങ്ങളിലാണ്. അവിടെ കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ കിട്ടിയാൽ ആഡംബര വാഹനങ്ങളൊന്നും പിന്നെ റോഡിൽ നിന്നും കയറില്ല. ഇവിടെ റോഡിൽ ഓടുന്നതോ അതിലേറെയും പാവപ്പെട്ടവന്റെ MITകളാണ്. അവരാണ് കഷ്ടത്തിലാകുന്നത് എന്നതിനപ്പുറം മറ്റെന്ത് പറയാൻ. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.